നമ്മൾ അടുത്തത് എക്സ്നോറിനെ കുറിച്ചാണ് പറയാൻ പോണത്. എക്സ്നോർ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് നോറാണ്. അതിന് നമ്മൾ ഇ നോർന്നോ ഇ എക്സ് നോർന്നോ അല്ലെങ്കിൽ എന്താണ് എൻ നോർന്നൊക്കെ പറയും. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് എസ് ഈസ് ഈക്വൽ ടു എ നമ്മൾ റൗണ്ടിന് നേരത്തെ പ്ലസ് ഇട്ടില്ല, അതിൻ്റെ പോലെ ഡോട്ട് ഉണ്ട് ബി. അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ എ പ്ലസ് ബി ബാർ ഇൻറ്റു എ ബാർ ബി എ ബാർ പ്ലസ് ബി ആണ്. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നമ്മളിങ്ങനെയാണ് വരയ്ക്കുക. ഓക്കെ, ലോജിക് സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് നോക്കാം. ട്രൂത്ത് ടേബിൾ നോക്കുമ്പോൾ നമ്മൾ എ ബി രണ്ട് ഇൻപുട്ട് കൊടുത്തു. അതിൻ്റെ എ ബാറും ബി ബാറും എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എ പ്ലസ് ബി ബാർ എങ്ങനെയാണെന്ന് നോക്കാം. എ പ്ലസ് ബി ബാർ പറയുമ്പോൾ എയും ബി ബാറും 0 + 1 1 ആണ്, 0 + 0 0 ആണ്, 1 + 1 1 തന്നെയാണ്, 1 + 0 നമുക്ക് 1 തന്നെയാണ് വരിക. ഇനി എ ബാർ ബി നോക്കാം. എ ബാർ ബി നോക്കുമ്പോൾ 0 + 1 1 തന്നെ, 1 + 1 1 തന്നെ, 0 + 0 0 + 0 എന്ന് പറയുന്നത് 0 ആണ്, 1 + 0 1 ആണ്. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ആൻഡ് ഓപ്പറേഷനാണ് ചെയ്യുന്നത്. അതാണ് ഡോട്ട് ഇട്ടിരിക്കുന്നത്. ആൻഡ് ഓപ്പറേഷനാണ് ചെയ്യുക. ഇത് രണ്ടും കൂടെ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ 1 + 1 × 1 1, 0 × 1 0, 1 × 0 0, 1 × 1 1. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ നോക്കൂ. ഇൻപുട്ട് രണ്ടും സെയിം ഇൻപുട്ട് ആവുമ്പോൾ, ഒന്നില്ലെങ്കിൽ രണ്ടും 0 അല്ലെങ്കിൽ രണ്ടും 1 ആവുമ്പോൾ ഔട്ട്പുട്ട് വിൽ ബി 1. ഓക്കെ, both the inputs are the same, either 0 or 1, ഏതെങ്കിലും ഒന്ന്. രണ്ട് ഇൻപുട്ടും നമുക്ക് സെയിം ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 1. നേരത്തെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഓക്കെ, അത് കൺഫ്യൂസ് ചെയ്യരുത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിക്കുക, എക്സോർ അല്ലെങ്കിൽ എക്സ്നോർ പഠിക്കുക, എന്നിട്ട് മറ്റേത് നിങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഷോർട്ടായിട്ട് ആ ട്രൂത്ത് ടേബിളിൽ ഷോർട്ടായിട്ട് എഴുതുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയാണ് വരിക. 0 0 എന്നുള്ളതിൻ്റെ ഔട്ട്പുട്ട് 1ഉം, 1 0 എന്നുള്ളതിൻ്റെ 0 1 0 1ഉം 0 ആണ്, 1 1 എന്നുള്ളതിൻ്റെ ഔട്ട്പുട്ട് 1 ആണ് വരിക. ഓക്കെ, അതിനെ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ആദ്യം നമ്മൾ ചെയ്ത ട്രൂത്ത് ടേബിൾ ചെയ്ത് അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു സർക്യൂട്ട് ഡയഗ്രം വരച്ചിട്ടുണ്ട്. എ നോട്ട് എടുത്തു, ബി നോട്ട് എടുത്തു, അതായത് എ ബാറും ബി ബാറും എടുത്തു. അതിൽ നിന്നൊരു ഓർ ഗേറ്റ് വരച്ചു. ആ ഓർ ഗേറ്റ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ആൻഡ് ഗേറ്റ് വരച്ചു. ഇതാണ് എക്സ്നോർ. ഓക്കെ, സെയിം തന്നെയാണ്, രണ്ടും ഓപ്പോസിറ്റ് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് മറ്റേത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുക. അതായിരിക്കും ബെറ്റർ. രണ്ടും കൂടെ കൺഫ്യൂസ് ചെയ്യിക്കുന്നേക്കാളും ബെറ്റർ അതായിരിക്കും. ഓക്കെ.